മലപ്പുറത്തെ 269 റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യേണ്ട മട്ടയരി, പുഴുങ്ങലരി തുടങ്ങിയ റേഷൻ സാധനങ്ങൾ കാണാനില്ലെന്ന പരാതിയിൽ അന്വേഷണം ശക്തമാക്കി അധികൃതർ. കടുങ്ങാത്തുകുണ്ടിലെ സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് 2.78 കോടി രൂപയുടെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വിഷയത്തിൽ ഡിപ്പോയിലെ OAC ഉൾപ്പെടെ 8 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. തിരൂർ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഗോഡൌണിൽ കോടികളുടെ സാധനങ്ങൾ കാണാനില്ലെന്നായിരുന്നു പരാതി. ഈ പരാതിയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. 2.78 കോടി രൂപയുടെ സാധനങ്ങളാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വിഷയത്തിൽ ഡിപ്പോയിലെ OAC ഉൾപ്പെടെയുള്ള 8 ജീവനക്കാരെ ആദ്യഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്തു. റേഷൻ വിതരണത്തിനെത്തിച്ച അരിയടക്കം കാണാനില്ലെന്നായിരുന്നു പരാതി. മലപ്പുറത്തെ 269 റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യേണ്ട മട്ട അരി, പുഴുങ്ങലരി എന്നിവയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2022-23 വർഷങ്ങളിലെ ഇന്റേണൽ ഓഡിറ്റിംഗിനിടെയാണ് ക്രമക്കേട് തിരിച്ചറിഞ്ഞത്. തുടർന്ന് സപ്ലൈകോ കോഴിക്കോട് സീനിയർ സൂപ്രണ്ട് നേതൃത്വത്തിൽ വിശദമായ പരിശോധനയും നടത്തി. ഈ ഓഡിറ്റിലാണ് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നത്. തുടർന്ന് തിരൂർ ഡിപ്പോ മാനേജർ സാധനങ്ങൾ കാണാനില്ലെന്ന് കാണിച്ച് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇതോടെയാണ് ജീവനക്കാരുടെ പങ്കും അന്വേഷിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാർക്കെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ജീവനക്കാരെ കൂടാതെ കരാറുകാരെ കേന്ദ്രീകരിച്ചാകും അന്വേഷണം നടക്കുക. കൽപ്പകഞ്ചേരി സ്റ്റേഷനിൽ പരാതി ലഭിച്ചതിന് പിന്നാലെ ജില്ലാ പോലീസ് മേധാവി ശശിധരന്റെ നിർദ്ദേശപ്രകാരം താനൂർ DYSP ബെന്നിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു. ഗോഡൌണിലെത്തിയായിരുന്നു പരിശോധനാ നടപടികൾ. മലബാർ ടൈംസ്, തിരൂർ.